ഈ നിശബ്ദത കാതടപ്പിക്കുന്നു. വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ കവർന്നെടുത്ത ജീവനുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഓർമ്മതീരം. ആഴത്തിൽ പതിഞ്ഞ ആ മുറിവുകൾക്ക് ഇന്ന് 1 വയസ്സ്. നാം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മണ്ണിനടിയിൽ അകപ്പെട്ടവർക്കും അവരുടെ സ്നേഹത്തിനും ഓർമ്മകൾക്കും. ചില ഓർമ്മകൾക്ക് മരണമില്ല. കാലം മായ്ക്കാത്ത ചില മുറിവുകൾ. ഈ മണ്ണിന് അവരുടെ കഥ പറയാനുണ്ട്. പൊലിഞ്ഞുപോയ ആ ജീവനുകൾ ഓർക്കുമ്പോൾ അവരുടെ ഓർമ്മകൾ നമുക്ക് ഒരു പ്രചോദനമാകട്ടെ. സുരക്ഷിതമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുവാൻ അത് നമുക്ക് കരുത്തു നൽകട്ടെ. 2024 ജൂലൈ 30. അന്ന് വയനാടിനെ പിടിച്ചുകുലുക്കിയ ആ ദിനം. കനത്ത മഴ മണ്ണിടിച്ചിലിന് കാരണമാവുകയും നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. ദുരന്തത്തിൻ്റെ കെടുതികൾ ബാക്കി വെച്ച് ആ ദിവസം വയനാടിൻ്റെ ഓർമ്മയിൽ ഒരു മുറിപ്പാടായി. ഈ സങ്കടത്തിൻ്റെ ആഴം വാക്കുകൾക്ക് അതീതം. ഇവിടെയുണ്ടായിരുന്ന മുണ്ടക്കയും ചൂരൽമലയും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി. സ്വന്തം വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ ഉറങ്ങാൻ കിടന്ന പലരും പിറ്റേന്ന് പുലരിയിലേക്ക് ഉണർന്നില്ല. മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലിൽ നിന്നാണ് ഏതാണ്ട് 70ഓളം മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഉരുൾപൊട്ടി വന്ന കൊടും ദുരന്തം കവർന്നെടുത്ത ഒട്ടേറെ ജീവന് മുന്നിൽ, ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ ജനവാസ മേഖലയിലെ ശൂന്യതയ്ക്ക് മുന്നിൽ, പിഴുതെറിയപ്പെട്ട എത്രയോ കുടുംബങ്ങളുടെ നിസ്സഹായതയ്ക്ക് മുന്നിൽ തോരാത്ത കണ്ണീരോടെ കേരളം നിലകൊണ്ടു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ തകർത്തത് ഈ നാടിൻ്റെ ആകെ ഹൃദയമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം നാശമുണ്ടാക്കിയ ദുരന്തം. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കാകട്ടെ വീടും കൃഷിഭൂമിയും മേൽവിലാസവും എല്ലാം നഷ്ടപ്പെട്ടു. ഏക യാത്രാമാർഗമായിരുന്ന പാലം ഒലിച്ചുപോയി. മികച്ച ഏകോപനത്തോടെയും വേഗത്തിലുള്ളതുമായ രക്ഷാപ്രവർത്തനമായിരുന്നു പിന്നീട് നടന്നത്. നിയന്ത്രണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും വിവരങ്ങൾ കേന്ദ്രീകരിക്കുകയും ചെയ്തത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടി. ദുരന്ത വിവരം അറിഞ്ഞ ഉടനെ തന്നെ വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ IAS ദുരന്ത നിവാരണ അതോറിറ്റിയെ സജീവമാക്കി. കൂറ്റൻ പാറകൾക്കും മണ്ണിനും അടിയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ എല്ലാ സർക്കാർ ഏജൻസികളും രക്ഷാപ്രവർത്തന സേനകളും സജ്ജരായി രംഗത്തിറങ്ങി. 4 മന്ത്രിമാർ ഉൾപ്പെട്ട ഒരു ഉപസമിതി ഈ പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു. കേന്ദ്ര ഏജൻസികളുടെയും അയൽ സംസ്ഥാനങ്ങളുടെയും പിന്തുണ ഈ ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തു പകർന്നു. ദുരന്തത്തിനു സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആളുകളെ മുൻകൂട്ടി മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞത് വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചു. സാമ്പത്തികമായും അല്ലാതെയുമുള്ള ജനങ്ങളുടെ പ്രതികരണം അസാധാരണമായിരുന്നു. ആഗോള മലയാളി പ്രവാസികളും തങ്ങളുടെ പിന്തുണ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവനകൾ നൽകി. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും സമർപ്പിതവും വേഗത്തിലുള്ളതും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതുമായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നാണ് വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ നടന്നത്. 6 മേഖലകളായി തിരിച്ചുകൊണ്ട് NDRF, ആർമി, കോസ്റ്റ് ഗാർഡ്, പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ 40 രക്ഷാപ്രവർത്തന ടീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തന രീതി അതിജീവിച്ചവരെ കണ്ടെത്തുന്നതിനും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടി. മണ്ണിടിച്ചിലിന് 2 ദിവസത്തിന് ശേഷം ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന ബെയിലി പാലം റെക്കോർഡ് വേഗത്തിൽ നിർമ്മിച്ചത് രക്ഷാപ്രവർത്തനങ്ങൾക്കും ആംബുലൻസുകൾക്കും ദുരന്തഭൂമിയിലേക്ക് വേഗത്തിലെത്താൻ സഹായിച്ചു. ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്നും കുടുംബങ്ങളെ കരകയറ്റുന്നതിനായി 350-ൽ അധികം സാമൂഹിക മാനസികാരോഗ്യ കൗൺസിലർമാരുടെയും സൈക്യാട്രിസ്റ്റുകളുടെയും സേവനം ഉറപ്പാക്കിയിരുന്നു. ലഭിക്കുന്ന സഹായം ദുരുപയോഗം ചെയ്യാതിരിക്കാനും കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യാനും സർക്കാർ NGO ഏകോപന ഡെസ്ക് സ്ഥാപിച്ചു. കൊച്ചി ആസ്ഥാനമായുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ സഹായത്തോടെ
ദുരിതാശ്വാസ സാമഗ്രികളുടെ ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം നടപ്പാക്കിയത് സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കി. ദുരന്ത ഭൂമിയിലും മലവെള്ളപ്പാച്ചിലും കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് രാത്രിയും പകലും തുണയായി മാറിയതും ആശ്വാസം പകരുന്നതുമായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ. ഗ്രാമപഞ്ചായത്ത് ഹാളുകൾ, സ്കൂളുകൾ, അംഗൻവാടി കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധി പൊതു ഇടങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറ്റി. ക്യാമ്പുകളിൽ കുടിയേറിയവർക്ക് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടവും വിവിധ സംഘടനകളും ചേർന്ന് ഉറപ്പാക്കി. ഡോക്ടർമാരുടെ സേവനം, കുട്ടികൾക്ക് കൗൺസിലിംഗ് എന്നിങ്ങനെ ഏകോപിതമായ സഹായം അവർക്ക് ലഭിച്ചു. വയനാട്ടിലെ മണ്ണിടിച്ചിലിനെ മനുഷ്യസ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും സൗഹൃദത്തിൻ്റെയും അവിശ്വസനീയമായ ഒരു കഥയാക്കി മാറ്റുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ നൂറുകണക്കിന് സാധാരണക്കാരായ സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യമാണ്. ഈ സിവിലിയൻ സൈന്യത്തിൻ്റെ പരിശ്രമങ്ങൾ സൈനികരെയും പോലീസിനെയും സർക്കാർ ഉദ്യോഗസ്ഥരെ പോലും അത്ഭുതപ്പെടുത്തി. ദേ ആർ ഇൻക്രെഡിബിൾ. ഒരു ആർമി ഓഫീസർ അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ദുരന്തത്തിൻ്റെ ആദ്യ ഞെട്ടലിന് ശേഷം ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് മരിച്ചവരെ തിരിച്ചറിയുകയും അവർക്ക് അന്തിമോപചാരങ്ങൾ അർപ്പിക്കുകയെന്നതായിരുന്നു. മണ്ണിടിച്ചിലിൻ്റെ വ്യാപ്തി മൂലം പല മൃതദേഹങ്ങളും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലായിരുന്നു. DNA പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് മരിച്ചവരെ തിരിച്ചറിഞ്ഞു. പിന്നീട് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിലും ഇതേ തടസ്സങ്ങൾ നേരിട്ടു. കണ്ടെത്തിയ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ആവശ്യത്തിന് സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു. അടിയന്തര സാഹചര്യവും അസാധാരണ സാഹചര്യവും പരിഗണിച്ച് ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 34A പ്രകാരമുള്ള അധികാരം വിനിയോഗിച്ച് വെള്ളരിമര വില്ലേജിൽ ഏറ്റെടുത്ത അധിക ഭൂമിയിൽ സർവമത പ്രാർത്ഥനകളോടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുകയുണ്ടായി. മനുഷ്യത്വപരമായ ഈ തീരുമാനം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി. അർഹിക്കുന്ന ആദരവോടും വേഗത്തിലും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഇത് വഴിയൊരുക്കി. ദുരന്തം പിന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴേക്ക് ജീവിതം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകൾ തുറക്കുവാൻ നിർദ്ദേശം നൽകുകയുണ്ടായി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കീഴിൽ 400 കുട്ടികൾക്കായി 14 പ്രത്യേക പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങൾ സജ്ജമാക്കി. യോഗ്യരായ വിദ്യാർത്ഥികളെ വോളണ്ടിയർമാരായി തിരഞ്ഞെടുത്തു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി പ്രത്യേക കൗൺസിലിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഇതിൻ്റെ ഫലമായി മേപ്പാടിയിലെ വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷാഫലം വന്നപ്പോൾ 55-ൽ 55 പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി. സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രയത്നങ്ങൾക്ക് യുനിസെഫിൻ്റെ അഭിനന്ദനങ്ങൾക്ക് അർഹമായിരിക്കുകയാണ്. അതെ, ഈ കുട്ടികളുടെ ഭാവിക്ക് വിദ്യാഭ്യാസത്തേക്കാൾ വലിയൊരു നിക്ഷേപം മറ്റെന്താണ്? അന്നത്തെ മണ്ണിടിച്ചിലിൽ വീടുകൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലുകളായ രേഖകൾ കൂടിയാണ് ഇല്ലാതായത്. ഇതിനായി IT മിഷൻ, അക്ഷയ കേന്ദ്രം, ജില്ലാ ഭരണകൂടം എന്നിവയുടെ ഏകോപനത്തോടെ ഒരു സഹായ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ വലിയ ഒരു ദുരന്തത്തിൽ ഒരുപാട് ആൾക്കാരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഇത്രയും കാലം അധ്വാനിച്ച വീടുകളും മറ്റുള്ള പ്രോപ്പർട്ടീസിൻ്റെ ഒരു വലിയ ഡിസ്ട്രക്ഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവർ പ്രീഷ്യസ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, റെക്കോർഡ്സ്, അടിസ്ഥാന രേഖകളും കൂടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഈ നഷ്ടപ്പെട്ട രേഖകളും തിരിച്ചു കൊടുക്കാൻ പലവിധ ക്യാമ്പ്സാണ് നമ്മൾ ഇതിൽ നടത്തിയതും. ആദ്യമായിട്ട് ക്യാമ്പ്സിൽ തന്നെ ആധാർ കാർഡ് ഉൾപ്പെടെ അവരെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇലക്ഷൻ ID കാർഡ് അതുപോലെയുള്ള അടിസ്ഥാന കാർഡ്സ് നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ള നടപടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കൂടെ
ലാൻഡ് റെക്കോർഡ്സ് തിരിച്ചു കൊടുക്കാനുള്ള ക്യാമ്പ്സ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യമായിട്ട് പാസ്പോർട്ട് ഓൺ വീൽസ്, പാസ്പോർട്ട് സേവാ കേന്ദ്രനെ കൂടെ മേപ്പാടി പഞ്ചായത്തിൻ്റെ ഓഫീസിനടുത്ത ഒരു മൊബൈൽ വാനിലെ നമ്മൾ ആൾക്കാരും പാസ്പോർട്ട് നഷ്ടപ്പെട്ട് പോയ ആൾക്കാരിൻ്റെ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കാനും പുതിയതായിട്ട് പാസ്പോർട്ടിനെ എൻറോൾമെൻറ്റ് ചെയ്യാനുള്ള ക്യാമ്പ്സ് നമ്മൾ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. യൂഷ്വലി എന്തെങ്കിലും കാർഡ്സ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർ പല ഓഫീസിൽ കയറി ഇറങ്ങുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ദുരന്തബാധിതരായിട്ട് ഉള്ള ആൾക്കാരിനെ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്നാണ് നമ്മൾ അവരുടെ വാതിൽപ്പടിയിൽ തന്നെ ഈ സേവനങ്ങൾ ഉറക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തത്. ഇതൊരു ഔദ്യോഗിക നടപടി മാത്രമായിരുന്നില്ല. ദുരിതത്തിൽപ്പെട്ടവരുടെ ജീവിതത്തിന് താങ്ങും തണലുമാകുവാനുള്ള ഉത്തരവാദിത്തം കൂടിയായിരുന്നു ഈ ക്യാമ്പുകൾ. ദുരന്തം നടന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ദുരിതബാധിതരായ മുഴുവൻ കുടുംബങ്ങൾക്കും പുനരധിവാസം ഒരുക്കുവാൻ സാധിച്ചു. സർക്കാർ കണക്കനുസരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന 728 കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ബന്ധുവീടുകളിലേക്ക് മടങ്ങിയവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. നിലവിൽ വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് പ്രതിമാസം 6000 രൂപ വാടക നൽകി വരുന്നുണ്ട്. കൂടാതെ ആവശ്യ ഗാർഹികോപകരണങ്ങൾ ഉൾപ്പെടുന്ന ബാക്ക് ടു ഹോം കിറ്റുകൾ 583 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു. വയനാടിൻ്റെ അതിജീവന കഥയിലെ ഒരു പ്രധാന അധ്യായം കൂടിയാണിത്. കാപ്പുംകൊല്ലിയിൽ സംഘടിപ്പിച്ച ഞങ്ങളുണ്ട് കൂടെ എന്ന ജോബ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കുകയുണ്ടായി. വയനാടൻ ജനതയുടെ അതിജീവന പോരാട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങളും സമൂഹവും ഒരുമിച്ച് നിന്നുകൊണ്ട് നൽകുന്ന ഈ പിന്തുണ ദുരന്തമുഖത്തു നിന്ന് ഒരു പുതിയ ഭാവിയിലേക്ക് നടന്നു നീങ്ങാൻ അവർക്ക് കരുത്തായി. ഒരു മഴക്കാലം കവർന്നെടുത്ത ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് വയനാട് അതിജീവനത്തിൻ്റെ പാതയിലാണ്. മുണ്ടക്കൈ, ചൂരൽമല ദുരന്ത ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു കൂട്ടം സ്ത്രീകൾ ഇന്ന് പുതിയ ഒരു ചരിത്രം രമിക്കുകയാണ്. അവരുടെ അധ്വാനത്തിൻ്റെ പ്രതീകമായ ബെയിലി കുടകളും ബാഗുകളുമാണ് ഇപ്പോൾ വിപണിയിൽ തരംഗമാകുന്നത്. ദുരന്തഭൂമിയിൽ 24 മണിക്കൂർ കൊണ്ട് ഇന്ത്യൻ ആർമി നിർമ്മിച്ച ബെയിലി പാലത്തിൻ്റെ ഓർമ്മയ്ക്കും സൈന്യത്തിനോടുള്ള ആദരവിനും വേണ്ടിയാണ് അതിജീവനത്തിൻ്റെ ഈ ഉൽപ്പന്നങ്ങൾക്ക് ബെയിലി എന്ന പേര് നൽകിയത്. ചുരൽമല മുണ്ടക്കൈ ഭാഗത്തിലുള്ള ആൾക്കാരും പല തരത്തിലുള്ള ആൾക്കാരായിരുന്നു. ഒരു വലിയ ഏല കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ പാടിയിലെ ജോലി ചെയ്തിട്ട് പാടിയിലെ താമസിക്കുന്ന ആൾക്കാരും അതിലെ ഉണ്ടായിരുന്നു. പക്ഷെ ദുരന്തത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും അവരുടെ എക്കണോമിക് നീഡ്സ് ആണെങ്കിലും മറ്റുള്ള ഹെൽത്ത് നീഡ്സ് ആണെങ്കിലും എല്ലാ വിധത്തിലും ഒരുപാട് ഇമ്പാക്റ്റ് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരുടെ നീഡ്സും പലതരത്തിലായിരുന്നു. ഒരാളുടെ നീഡ്സ് എല്ലാം മറ്റൊരാളിന് വേണ്ടത്. സോ നമ്മൾ ഓരോരോ ആൾക്കാരിനും ഓരോരോ ഫാമിലിനും ആവശ്യമായിട്ടുള്ള നീഡ്സ് എന്താണ് മനസ്സിലാക്കാൻ ഒരു മൈക്രോ പ്ലാൻ നമ്മൾ തയ്യാറാക്കി. ഒരു കുടക്കീഴിൽ ഒത്തുചേർന്ന് സ്വന്തം ജീവിതം മാത്രമല്ല നാടിൻ്റെ അതിജീവന കഥ കൂടി പറയുകയാണ് ഈ സ്ത്രീകൾ. അവരുടെ കൈകളിലെ കുടകളും ബാഗുകളും വെറും ഉൽപ്പന്നങ്ങളല്ല, വയനാടിൻ്റെ അചഞ്ചലമായ ഇച്ഛാശക്തിയുടെ പ്രതീകങ്ങളാണ്. ദുരന്തത്തിൽ തളരാതെ വയനാട് ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാർച്ച് 27 തറക്കല്ലിടുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് ചെയ്തത്. മുൻകാലങ്ങളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം സംസ്ഥാനം ഇത്രയും വലിയ ഒരു പുനർനിർമ്മാണ പദ്ധതി ഏറ്റെടുത്തു. 7 സെന്റ് പ്ലോട്ടുകളിൽ 410 വീടുകളാണ് ഈ ടൗൺഷിപ്പിൽ ഒരുങ്ങുന്നത്. ഇത് ഒരു വലിയ നേട്ടമാണ്. കൂടാതെ കമ്മ്യൂണിറ്റി സെന്ററുകൾ, മാർക്കറ്റ് ഏരിയകൾ, PHCകൾ, അംഗൻവാടികൾ എന്നിങ്ങനെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇവിടെയുണ്ടാകും. ഇത് സ്ഥിരതയുള്ളതും സുസ്ഥിരവുമായ പുനർനിർമ്മാണത്തിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറും. ദുരന്തം വരുത്തിവെച്ച വേദന മായാതെ നിൽക്കുന്നുണ്ടാകാം. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ഒരു നൊമ്പരമായി നെഞ്ചിലുണ്ടാകാം. എങ്കിലും ഈ മണ്ണിന് പ്രത്യേകതകളുണ്ട്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകുവാനുള്ള കരുത്ത് ഈ നാടിനുണ്ട്. നമ്മുടെ പോരാട്ടത്തിന്, നമ്മുടെ കൂട്ടായ്മയ്ക്ക്, നമ്മുടെ സ്നേഹത്തിന്
ദുരന്തത്തിൻ്റെ കറുത്ത രാത്രികളെ പ്രത്യാശയുടെ പൊൻവെളിച്ചം കൊണ്ട് നമുക്ക് അതിജീവിക്കാം. ഈ പച്ചപ്പ് വീണ്ടും തളിരിടും, ഈ പുഴകൾ വീണ്ടും ഒഴുകും, ഈ മണ്ണിൽ വീണ്ടും സമൃദ്ധി നിറയും. വരും നാളുകൾ നമ്മുടേതാണ്. ഒരുമയുടെ കരുത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. വയനാട് അതിജീവനത്തിൻ്റെ പ്രതീകമായി എന്നും തല ഉയർത്തി നിൽക്കും. അതെ, ഈ ഡോക്യുമെൻ്ററി എന്നും ഓർമ്മിപ്പിക്കട്ടെ, കൂട്ടായ്മയും സ്നേഹവും പ്രത്യാശയുമുണ്ടെങ്കിൽ നമുക്ക് ഏത് ദുരന്തത്തെയും അതിജീവിക്കാൻ കഴിയുമെന്ന്.